ലൈവിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. പ്രോപ്പർട്ടി ഡാമേജ് വരെ ഉണ്ടായിരിക്കുകയാണ്. ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ചായക്കപ്പ് പൊട്ടിച്ചു. പിന്നെ ഒരു ബൗള് പൊട്ടേണ്ടതായിരുന്നു, ഭാഗ്യത്തിനത് പൊട്ടിയില്ല. ഷാനവാസും നെവിനും തമ്മിലുണ്ടായ വഴക്കിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മല്ലിയിലയിൽ തുടങ്ങിയ പ്രശ്നമാണ്. അടുക്കളയിൽ നിന്ന് നെവിൻ ഒരു മല്ലിയില എടുക്കുന്നു. മല്ലിയില ആ വീട്ടിൽ വളരെയധികം എക്സസ് ആയിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം മല്ലിയില കുറച്ച് എക്സസ് ആയതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് വെറുതെ കൊണ്ട് കളയുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ നെവിന് ഈ ഒരു മല്ലിയില ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നത് ഇഷ്ടമാണ് എന്ന് നെവിൻ പറഞ്ഞുകൊണ്ട് നെവിൻ ഇപ്പോൾ എന്തോ ഒരു ബൗളിൻ്റെ അകത്ത് എന്തോ ഒരു ഫുഡ് ഐറ്റം കഴിക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ പിഞ്ച് ചെയ്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുക്കുന്നു. കുറച്ചൊന്നുമല്ല, ഒരു 2-3 ഇല എന്തോ എടുക്കുന്നുള്ളൂ. പക്ഷേ ഷാനവാസ് അത് സമ്മതിക്കാൻ പറ്റില്ല. എന്ത് സാധനമാണെങ്കിലും എന്തോരം കൊണ്ട് കളയുന്നതാണെങ്കിലും ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഫുഡ് ഐറ്റം എക്സ്ട്രാ എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ സ്ഥിരം പരിപാടി, ഇത് ഇന്നിവിടെ നിർത്തണം എന്ന് പറഞ്ഞ് ഷാനവാസിനത് ഇഷ്ടപ്പെടാതെ നെവിൻ്റെ പുറകെ ചെന്ന് അത് ചോദിക്കുന്നു. നീ ആ മല്ലിയില തിരിച്ചു താ എന്ന് പറഞ്ഞാണ് ഷാനവാസ് ചെല്ലുന്നത്. അപ്പോൾ ഓൾറെഡി നെവിൻ ആ ഒരു ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്ന് ആ ഒരു സാധനം കഴിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ നെവിൻ്റെ കയ്യിൽ നിന്ന് ആ മല്ലിയില തട്ടിപ്പറിക്കുന്നതിൻ്റെ ഇടയിൽ ആ ബൗളിൽ ഷാനവാസിൻ്റെ കൈ കൊണ്ട് ആ ബൗളും കപ്പും കൂടെ നിലത്തേക്ക് വീഴുന്നു. അങ്ങനെ കപ്പ് പൊട്ടുന്നു. പക്ഷേ ബൗൾ പൊട്ടിയില്ല. ശരിക്കും ഷാനവാസ് അത് അറിഞ്ഞുകൊണ്ട് തള്ളിയിട്ടതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതൊരു വലിയ പ്രശ്നമാകണമെങ്കിൽ ആ ഒരു ബൗള് താഴെ വീണ് പൊട്ടണമല്ലോ. എന്നാലാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതൊരു ചർച്ചാ വിഷയമാവുകയുള്ളൂ. അതുകൊണ്ട് ഇനി അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ മല്ലിയിലയുടെ വിഷയമൊന്നും ഈ ചിലപ്പോൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്തില്ലെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് വളരെ വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അങ്ങനെ മല്ലിയില തട്ടിപ്പറിക്കാൻ തുടങ്ങിയ സമയത്ത് ഓൾറെഡി നെവിൻ എടുത്ത ആ ഫുഡ് ഐറ്റവും ബൗളിൽ നിന്ന് താഴെ പോയി. അപ്പോൾ നെവിൻ അത് വളരെയധികം വിഷയം ഉണ്ടാക്കി. എൻ്റെ ഫുഡ് തിരിച്ചു താടോ, എൻ്റെ ഫുഡ് താടോ എന്ന് പറഞ്ഞ് ഷാനവാസിൻ്റെ പുറകെ വീണ്ടും നടക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ തമ്മിൽ വളരെ വലിയൊരു ഫൈറ്റ് ഉണ്ടായി. അപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. സംസാരമാകാം, പക്ഷേ വേറെ അതിര് കടക്കരുത് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റി വിടുന്നുണ്ട്. അപ്പം നേരെ നെവിൻ ചെന്നിട്ട് ആ പൊട്ടിയ കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ നിയമങ്ങൾ ഞാൻ തിരിച്ചിട്ടില്ല, ഒരിടത്തുനിന്ന് ഫുഡ് എടുത്ത് അടിച്ചു മാറ്റി കഴിക്കരുതെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രോപ്പർട്ടി നശിപ്പിക്കരുത് എന്ന് ബിഗ് ബോസിൻ്റെ നിയമമുണ്ട്. അത് ഷാനവാസ് ലംഘിച്ചു എന്ന് പറഞ്ഞ് ഷാനവാസിനെതിരെ അവിടെ നെവിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ചോദ്യം ചെയ്യും. ഷാനവാസിന് ഒരു ശിക്ഷ കിട്ടും. പക്ഷേ ഇനി നെവിൻ ഒരിക്കലും ആ ഒരു ഫുഡ് ഐറ്റം എടുത്ത് കഴിക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇവൻ ചെറിയൊരു വേസ്റ്റായി പോകുന്ന മല്ലിയില എടുത്തപ്പോൾ പോലും ഇത് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് നയിച്ചതുകൊണ്ട് തന്നെ ഇനി നിർബന്ധമായും അവിടെ ഒരാൾ പോലും ഒരു ഫുഡ് ഐറ്റം ചെറിയ രീതിയിൽ പോലും അടിച്ചു മാറ്റി കഴിക്കാൻ മുതിരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നെവിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റത്തുമില്ല. അതാണ് അതിലെ വേറൊരു കാര്യം. എന്തായാലും ഷാനവാസിന് ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. നെവിനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് നോക്കിയതാണെങ്കിലും പ്രോപ്പർട്ടി ഡാമേജ് നടത്തിയത് ഷാനവാസാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഇനി ചർച്ചാ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ ലൈവിൽ ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളായും വീണ്ടും വരാം.